ഹായ് ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ആലക്കോട് അരങ്ങം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇന്ന് ആലക്കോട് അരങ്ങം ഉത്സവം കഴിയുന്ന ദിവസമാണ്. എല്ലാ കൊല്ലം നമ്മൾ പോകുന്നതാണ്. ഇക്കൊല്ലം നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇന്ന് തീരുന്ന ദിവസമാണ്. നമ്മൾ ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ ഓട്ടം ഉണ്ട് കേട്ടോ ആലക്കോടേക്ക്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 4 സുഹൃത്തുക്കളും ഉണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറിയിട്ടാണല്ലേ. വണ്ടിയിലാണെങ്കിൽ എണ്ണ തീരെ ഇല്ലതെ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എണ്ണ അടിച്ചിട്ട് നേരെ വിടാം. നമ്മളിപ്പോൾ ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെയാണ് വലിയ ഫെസ്റ്റും അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇവിടെ. ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുമോ അറിയില്ല. ഇതാണ് എൻട്രൻസ്. ഒറോദ ഫെസ്റ്റ് അങ്ങനെയൊന്ന് പരിപാടിയുടെ പേര്. ആ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്. 2 സൈഡിലും അലങ്കരിച്ചിട്ടും അതുപോലെ തന്നെ ഫുള്ള് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്നതാണ് ചെമ്പേരി ടൗണിന്റെ മധ്യഭാഗം. ഇവിടുന്ന് നേരെ റൈറ്റ് റൗണ്ട് തിരിഞ്ഞിട്ടാണ് നമുക്ക് ആലക്കോടേക്ക് പോകേണ്ടത്. നിങ്ങൾ അങ്ങ് കാണുന്ന ലൈറ്റ് കണ്ടോ? അത് പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായിട്ട് പള്ളിയിൽ സെറ്റ് ചെയ്ത ലൈറ്റാണ്. നമുക്കവിടെ ഇറങ്ങണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ ആലക്കോട് എത്താൻ ലേറ്റ് ആവും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു. ഈ റോഡിൽ 1-2 സ്ഥലത്ത് നല്ല ഇറക്കമാണ്. അതുപോലെ തന്നെ ഹെയർ പിന്ന് പോലത്തെ വളവുകളും ഉണ്ട്. അതുകൊണ്ട് ഈ വഴി വരുന്നവർ എപ്പോൾ സൂക്ഷിച്ചു വേണം വണ്ടി ഓടിക്കുവാൻ. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലത്തെ വളവുകളാണ് പെട്ടെന്ന് വരും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ സൈൻ ബോർഡൊക്കെ നോക്കി വേണം എപ്പോഴും ഈ റൂട്ടിൽ വണ്ടി ഓടിക്കുവാൻ. ഈ കാണുന്നതാണ് ആലക്കോട് പള്ളി. ആലക്കോട് പള്ളി അമ്മ ഫേമസ് ആണ്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന പെരുന്നാളും കാര്യങ്ങളൊക്കെ വലിയ പെരുന്നാളാണ്. നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് കേട്ടോ ആലക്കോട് പള്ളി. അതുമാത്രമല്ല ഇവിടെ ഒരുപാട് തീർത്ഥാടകരും വന്നു പോകുന്നുണ്ട്. അവിടെ നിന്ന് 2 ഫോട്ടോ എടുക്കുന്നുണ്ടോ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പള്ളി എത്രമാത്രം വലുതാണെന്നുള്ളത്. നമ്മളങ്ങനെ അവിടുന്ന് വിട്ട് അരങ്ങം അമ്പലത്തിനടുത്ത് എത്താനായി. ഇവിടുന്ന് തൊട്ട് ഇനി അങ്ങോട്ട് നല്ല ബ്ലോക്കാണ്. ഒരു രക്ഷയില്ല. വണ്ടി മുമ്പിൽ നിരനിരയായിട്ട് നിർത്തിയിട്ടാണല്ലേ. ഏകദേശം ഒരു 40-41 കിലോമീറ്റർ ഉണ്ടാവും നമ്മളവിടുന്ന് അരങ്ങം അമ്പലത്തിലേക്ക്. ബൈക്കായിരുന്നെങ്കിൽ സുഖമായിരുന്നു, ഇങ്ങനെ കയറിപ്പോയിരുന്നു. ഇപ്പം നമ്മൾ വണ്ടിയും വെച്ച് ഒരു ചെറിയ കയറ്റം ഇവിടെ ഇങ്ങനെ നിൽക്കുക. കുറേ ദൂരം മുന്നോട്ട് വന്നിട്ടാട്ടോ വണ്ടി വെക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് കിട്ടിയത്. നിങ്ങൾ അങ്ങ് വെള്ള വെളിച്ചം കണ്ടോ? അവിടെയാണ് പരിപാടി നടക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകണം. ആ പോലീസുകാരൻ്റെ അവസ്ഥ നോക്കി. പുള്ളി അവിടെ കിടന്ന് പെട്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പുള്ളി പറയുന്ന നോക്കാണ്ട് തന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്നുണ്ട്. ആ ബസ് വന്ന റൂട്ടിൽ നിന്നാണ് നമ്മൾ വന്നത്. നമ്മൾ ഇടത്തോട്ടൊക്കെ ആയിരുന്നു പോകേണ്ടത്. ഈ കാണുന്ന ബ്ലോക്കാണ് അമ്പലത്തിൽ അങ്ങോട്ടേക്കുള്ളത്. നമ്മൾ നേരെ മുന്നോട്ട് പോയിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വരുവാണ് ചെയ്തത്. ഒരു ലോട്ടറി എടുക്കാൻ വേണ്ടി നമ്മൾ നിന്നെയാണ്. അപ്പോൾ ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ലോട്ടറി വിൽക്കുന്ന ചേച്ചിയുടെ കൊച്ചാണ് കേട്ടോ. ആദ്യം കുറച്ചു നേരം നോക്കി നിന്നെങ്കിലും പിന്നെ ഇങ്ങനെ കൈ കാണിച്ചു കേട്ടാ. അങ്ങനെ നമ്മൾ നടന്ന് അമ്പലത്തിനടുത്തേക്ക് എത്തി. ഇപ്പം ഏത് ഉത്സവം പറയപ്പോയാലും ഈ ഒരു സാധനം കാണാം. പണ്ടൊക്കെ ബലൂണായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. ഇപ്പം ഈ ഒരു സാധനമാണ് എല്ലായിടത്തും. നമ്മൾ ആദ്യം തന്നെ പോയത് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലേക്കാണ്. അവിടെ ദീപങ്ങളൊക്കെ തെളിച്ചിട്ട് എന്തോ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ടേക്ക് വന്ന ആനയെ കണ്ടിട്ടാണ്. എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ ഇതേപോലത്തെ പരിപാടികൾക്ക് ആനയെ എഴുന്നള്ളിക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. പിന്നെ ആന ഇങ്ങനെ കാണുമ്പം ഇങ്ങനെ കണ്ടിരിക്കാനൊരു രസം അത് തന്നെ. 3 ആനയാണ് കേട്ടോ ഉള്ളത്. ആനയുടെ മുന്നിൽ തന്നെ തീപ്പന്തമൊക്കെ കത്തിച്ച് എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഈ ഒരു പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിൻ്റെ അങ്ങേ തെറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആകാശത്തൊട്ടിലും ആകാശ ചക്രവും അങ്ങനെ കുറേ കാര്യങ്ങൾ, റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിനി അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇതിപ്പോൾ ഞാൻ ബ്രൈറ്റ്നസ് കുറച്ചുകൊണ്ടാണ് ഇതിങ്ങനെ കാണാൻ നല്ല രസം, കളർഫുള്ളായിട്ട്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും കാണാൻ. ഈ കാണുന്ന സംഭവം ബോളൊക്കെ എറിഞ്ഞ് വീഴ്ത്തിയിട്ടും അതുപോലെ റിങ് എറിഞ്ഞിട്ടൊക്കെ പ്രൈസ് മേടിക്കുന്നില്ലേ, 10 രൂപ 20 രൂപേൻ്റെയൊക്കെ. അതാണ്. ഇതുപോലത്തെ കുഞ്ഞു പിള്ളേർ കളിക്കേണ്ട സംഭവങ്ങളും ഉണ്ട്. എല്ലാ റൈഡിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവസാന ദിവസമാണ് ഉത്സവത്തിൻ്റെ. അതുകൊണ്ടാണ് ഇത്ര തിരക്കെന്ന് തോന്നുന്നു. ഈ ഒരു സംഭവത്തിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ? ഇവിടെയുള്ള ഈ സംഭവം അമ്യൂസ്മെന്റ് പാർക്കുള്ള പോലെ അത്ര സേഫ്റ്റി ഉള്ളതൊന്നുമല്ല കേട്ടോ. ഇതാണ് അമ്പലത്തിലേക്കുള്ള മെയിൻ എൻട്രൻസും കവാടവും. അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിന്റെ പേര്. നമ്മൾ നേരത്തെ കണ്ട ആനക്കുട്ടന്മാരെ പിന്നാമ്പുറം കാണിച്ച് നിൽപ്പുണ്ട്. ഈ നടക്കുന്ന ചടങ്ങ് അമ്പലത്തിലേക്കുള്ള ചെറിയൊരു താലപ്പൊലിയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്താണ് ഈ സംഭവം എന്നുള്ളത്. താലം പിടിച്ച് സ്ത്രീകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ താലപ്പൊലി തന്നെയായിരിക്കും. ഇത് അമ്പലത്തിനടുത്ത് സെറ്റ് ചെയ്ത ശിവനും പാർവതിയും ഗണപതിയുള്ള രൂപമായിട്ടോ. ഇതെല്ലാം കൊല്ലം കാണാം. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ അമ്പലം, അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം. അമ്പലത്തിന്റെ മുമ്പിൽ തന്നെ മരത്തിൽ ലൈറ്റും കൊണ്ട് സെറ്റാക്കിയൊരു സംഭവമാണ് ഇത് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? അവിടെ കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ ഗാനമേള നടക്കുന്ന ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ, ഗാനമേള കാണാൻ വേണ്ടി. ഇവിടെ നല്ല തിരക്കാണ്. ആൾക്കാർ ഒരുപാടുണ്ട് ഗാനമേള കാണാൻ വേണ്ടി നിൽക്കുന്നത്. റെഡിയായിട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കണ്ണൂർ സംഗീത ഓഫീസറെ വളരെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പെർഫോമൻസ്
ഒരു കൗതുകം ഉണ്ടാക്കിയ സംഭവമാണ് കേട്ടോ അദ്ദേഹം മുമ്പിൽ കാണുന്നത്. സ്റ്റേജിലല്ല, ഈ മുമ്പിൽ നിൽക്കുന്ന മൊബൈൽ കണ്ടോ, അതൊരു ടൈപ്പ് സെറ്റാണ്. ഈ ചേട്ടൻ കുറേ സമയമായിട്ടുണ്ട് ഈ ഒരു ഗാനമേളയുടെ സംഭവം പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് കേട്ടോ. മറ്റാരും ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടില്ല. എന്തായാലും ആ ചേട്ടൻ്റെ ഒരു സന്തോഷം അതായിരിക്കും. കുറച്ച് സമയം അവിടെ വന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു. ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അതാണ് ലക്ഷ്യം, അതിനാണ് ഈ പോക്ക്. ഉത്സവം പരിപാടിയൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ കശപിശകൾ എല്ലായിടത്തും ഉണ്ടാവും. അതുപോലെ ഒരു കശപിശയാണ് ഈ കാണുന്നത് അമ്പലത്തിൻ്റെ മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്യണം കേട്ടോ. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട്, വലിയൊരു ഗ്രൗണ്ടാണ്. ഇത് കൂടാതെയാണ് നമ്മൾ വരുന്ന വഴിക്ക് റോഡിൻ്റെ സൈഡിൽ വണ്ടി വെച്ചിട്ടുള്ളത് കണ്ടത്. കടകൾ ഒരുപാടുണ്ടെങ്കിലും എല്ലാ കടയിലും വമ്പൻ തിരക്കാണ്. അങ്ങനെ ഒരു അവസാനം നമ്മളൊരു കടയിൽ കയറി. കട്ടൻ കാപ്പിയും ബ്രെഡും ഓംപ്ലേറ്റാണ് പറഞ്ഞത്. ആദ്യം തന്നെ കിട്ടിയ കട്ടൻ കാപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് ബ്രെഡും ഓംപ്ലേറ്റും കിട്ടി. അതും കഴിച്ച് നടന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. അങ്ങനെ അതും ഒരെണ്ണം മേടിച്ചു. ആർക്കും ഒന്ന് ഫുള്ള് തിന്നാൻ കഴിയാത്തതുകൊണ്ട് ഒരെണ്ണം മേടിച്ചിട്ട് നമ്മൾ പീസാക്കി. അങ്ങനെ നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. ഇനിയുള്ള ലക്ഷ്യം ചന്തകളൊക്കെ ഒന്ന് കയറി നോക്കണം എന്നുള്ളതാണ്. ഒന്നും മേടിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എന്നുള്ളത്. അതിനിടയ്ക്ക് രഞ്ജിത്താണ് ഒരു ആഗ്രഹം, ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കണമെന്ന്. എന്നാൽ അതും കൂടെ നോക്കാമെന്ന് വെച്ചു. ഈ കാണുന്ന ഫുഡ് കോർട്ട് കണ്ടോ, ഇത് ഫുള്ള് ബജ്ജിയും കാര്യങ്ങളൊക്കെയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു പെറ്റ് ഷോയും നടക്കുന്നുണ്ട്. എല്ലായിടത്തും നല്ല ആൾക്കാരാണ് കേട്ടോ. ചിലപ്പോൾ നമ്മളെപ്പോലെ വെറുതെ നോക്കാൻ വേണ്ടി കയറുന്നവരായിരിക്കും. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ കണ്ടത് ഈ സംഭവം. എല്ലാ ഉത്സവ പറമ്പിലും ഈ സംഭവം ഉണ്ടാവുമല്ലോ. പണ്ടൊക്കെ ഇതേപോലെ ഓടക്കുഴലായിരുന്നു വെക്കുന്നത് നമ്മളെ ചെറുപ്പത്തിൽ. ഈ ഒരു കട കണ്ട, ഇതിൻ്റെ മുകളിൽ തന്നെ കയറുമ്പം തന്നെ കണ്ടമാന സാധനങ്ങൾ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഭദ്രകാളിയുടെ അമ്പലം. ഇവിടെ അധികം ആൾക്കാരെ കാണുന്നില്ല കേട്ടോ, ഇവിടെയൊക്കെ ആൾക്കാർ കുറവാണ്. നമ്മൾ നേരത്തെ കണ്ട ഗാനമേളയില്ലേ, ചെയിൻ സോങ് പാടുന്നുണ്ട്. ഗാനമേള കഴിയാനായി കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ പുറത്തുനിന്ന് തുള്ളിക്കളിക്കുന്നുണ്ട്. ഒരു സംഭവം കാണിച്ചു തരാം. ഈ മുട്ടായികൾ കണ്ടോ, ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ ചെറിയ ചെറിയ നെസ്റ്റുകളാണ്. നമ്മൾ ഈ കടയിൽ നിന്ന് പുളിയച്ചാറ് മേടിച്ചായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഒരു സ്ഥലമില്ലേ, ഇവിടെ തന്നെ ഒരു ലൈവ് സ്ക്രീൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഓട്ടോറിക്ഷകൾ കണ്ടോ, ഇങ്ങനെ വരിയായി നിർത്തിയിട്ടിട്ട്. ഇവർക്കൊക്കെ ഇന്ന് നല്ല പണിയായിരിക്കും. അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ വന്നു. ഇനി നേരെ നാട്ടിലേക്ക്. വണ്ടി കുറേ ദൂരം പാർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് നടക്കേണ്ടി വന്നു. നമ്മൾ നേരത്തെ കണ്ട ആനക്കുട്ടികളിൽ 2 ആനക്കുട്ടികൾ ഇതാ നമ്മുടെ മുമ്പിൽ പോകുന്നുണ്ട്. ഒരാനക്കുട്ടി തളിപ്പറമ്പ് അമ്പലത്തിലെ ആനക്കുട്ടിയാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ വീട്ടിലെത്തി. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ ഏകദേശം 79.5 കിലോമീറ്ററാണ് ഈ ട്രിപ്പ് ഓടിയത്. ഏകദേശം ഒരു 79 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് അരങ്ങത്തേക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.